ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ A1 ലെവൽ എക്സാം കൊയ്ത്തെ എക്സാമിൻ്റെ കുറിച്ചുള്ളതാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ് എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ തെറ്റുകളാണ് വരുന്നത്, അതെങ്ങനെ ശരിയാക്കണം എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. 5 ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ 5 ടിപ്സാണ്, അതായത് ഈ 5 ടിപ്സും നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതായത് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവും. അത് ഉറപ്പായ കാര്യമാണ്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള കുറേ മിസ്റ്റേക്കുകളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ പറയുന്നത് റേഡേ മെറ്റലാണ് ഫസ്റ്റ് പോയിൻ്റ് വരുന്നത്. ആരും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കാത്തൊരു കാര്യം. കാരണം റേഡേ മെറ്റൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, എല്ലാവരുടെയും കോമൺ ഗ്രൂപ്പിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറേ റേഡേ മെറ്റൽ യൂസ് ചെയ്തിട്ട് അതങ്ങ് പോയി എക്സാമിന് അങ്ങ് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ആ മാർക്ക് കുറയുവാണ്. കാരണം എല്ലാവരുടെയും സെയിം രീതിയിലുള്ള പാറ്റേൺ ആണ് എക്സാമിന് വരുന്നത്. അപ്പം നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ റേഡേ മെറ്റൽ മേക്ക് ചെയ്തെടുക്കുക. കുറേ PDF അവൈലബിൾ ആണ്. അതൊക്കെ കമ്പയർ ചെയ്തും നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചും നല്ലൊരു റേഡേ മെറ്റൽ നമ്മൾ മേക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഒരു തെറ്റും വരാതെ തന്നെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് അത് മസ്റ്റായിട്ട് അത് അറിഞ്ഞിരിക്കേണ്ടത്. എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു ചെറിയ ഒരു സല്യൂട്ടേഷൻ ആണെങ്കിൽ പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്യാപിറ്റൽ എഴുതേണ്ടടുത്ത് ക്യാപിറ്റൽ എഴുതണം, സ്മോൾ ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അടുത്തതാണ് ഫുൾ സ്റ്റോപ്പ്. നമ്മൾ എല്ലാ സെൻറ്റൻസും എഴുതി കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനം പേരെഴുതി കഴിഞ്ഞ്, ലെറ്ററിൻ്റെ അവസാനം പേരെഴുതി കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് അത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. പക്ഷെ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് അവിടെ ഇടരുത്. അത് നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ തെറ്റ്, അതായത് ഒരു പോയിൻ്റാണ് നമുക്കത് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തെ പോയിൻ്റ് വരുന്നത്. ഷ്രൈബൻ ഐൻഫാഗെ സാറ്റ്സ്. അതായത് നിങ്ങൾ എഴുതുന്ന സെൻറ്റൻസ് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് എഴുതാൻ ശ്രമിക്കുക. ക്രിയേറ്റീവായിട്ട് അത്യാവശ്യം നല്ല ഐഡിയ ആയിട്ട് ഒക്കെ എഴുതുക. പക്ഷെ അത് വലിയ രീതിയിൽ എഴുതാതെ A1 ലെവൽ തന്നെ നല്ല ബേസിക് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ വെച്ച് നല്ലൊരു സെൻറ്റൻസ് ഫോം ചെയ്ത് എഴുതുക. പിന്നെ അടുത്തതാണ് ഗ്രാമർ വരുമ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രാമർ നമ്മൾ യൂസ് ചെയ്യാതെ എല്ലാവരേക്കാളും ഒരു വ്യത്യസ്ത രീതി വേണം ചെയ്യാൻ, ഡിഫറൻറ്റ് രീതി വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നമ്മളിലുള്ള ഒരു ഇമ്പ്രഷൻ അവർക്ക് കൂടും. അങ്ങനെ നമുക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. ഗ്രാമർ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്ത ഗ്രാമർ ആഡ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യുക. അത് തെറ്റാണെന്ന് ഉറപ്പുണ്ടേ എഴുതരുത്. ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള സെൻറ്റൻസ് മാത്രമേ നമ്മളങ്ങനെ മേക്ക് ചെയ്ത് എഴുതാവുള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യമാണ് എല്ലാവരും കേസു റൈറ്റിങ്. നമ്മൾ ഒരിക്കലും ജർമ്മൻ ലാംഗ്വേജ് കേസു റൈറ്റിങ്ങിൽ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ ആൽഫബറ്റും അല്ലെ വേർഡ്സും നമ്മൾ അത് സെപ്പറേറ്റ് രീതി വേണം എഴുതാനായിട്ട്. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം. ഓക്കെ, അടുത്തൊരു പോയിൻ്റാണ്, മൂന്നാമത്തെ പോയിൻ്റാണ് സൈറ്റ് ഐൻലൈറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ പോയിൻ്റാണ് സൈറ്റ് ഐൻലൈറ്റിങ്, അതായത് സൈറ്റ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്. സമയം നമ്മൾ അതനുസരിച്ച് വേണം, നമുക്ക് എത്ര സമയമുണ്ട് എക്സാം എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ച് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് സമയം തികയത്തില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ടോട്ടൽ എത്ര സമയമുണ്ട് എന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണം നമ്മൾ ആദ്യം ആൻസർ ചെയ്യാൻ. ഇപ്പോൾ A1 ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഈസി എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് വരുന്നത് ഫസ്റ്റ് ടൈലായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നതാണ്. ഫോം ജസ്റ്റ് ആ ഒരു 5 ക്വസ്റ്റ്യൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പാരഗ്രാഫ് വായിച്ചിട്ട് മനസ്സിലാക്കി എല്ലാം ഫില്ല് ചെയ്യുക. പിന്നെ അടുത്തതാണ് പ്ലാൻ.
അതായത് നമുക്കൊരു പ്ലാൻ വേണം. ലെറ്റർ എഴുതുമ്പം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇങ്ങനെ വേണം എഴുതാൻ. ഫസ്റ്റ് ഇന്ന ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്, ഇന്നത് റീസൺ വേണം കൊടുക്കാൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓരോ പോയിൻറ്റും വിട്ടുപോകാതെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പ്ലാൻ ആക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പം സമയോടെ നോക്കുക. സമയവും നോക്കി അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് നാലാമത്തെ പോയിൻ്റാണ് പ്രാക്ടീസ് റെഗുലർലി. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കുറേ കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. എല്ലാം സെയിം പാറ്റേൺ ആണ് വരുന്നത്. ഇമെയിൽസ് ആണെങ്കിലും ഇൻഫോർമലും ഫോർമൽ ലെറ്റേഴ്സും ഒക്കെ ഒരേ പാറ്റേൺസ് ആണ്. റീസൺസും ഒക്കേഷൻസൊക്കെയാണ് നമുക്ക് മാറ്റം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാദ്യം നമ്മൾ അങ്ങനെ നോട്ട് ചെയ്യുക. അങ്ങനത്തെ കീസ് മനസ്സിലാക്കി വെക്കുക, കീവേഡുകൾ മനസ്സിലാക്കി വെക്കുക. സെയിം പാറ്റേൺ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് പോയിൻറ്റ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരേ തേമാസ് ആയിരിക്കും വരുന്നത്. ഒരേ തേമാസ് ആയിരിക്കും നമുക്ക് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എറൗണ്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ടൈമൊന്നും കളയാതെ എഴുതാൻ പറ്റും. പിന്നെ വരുന്നതാണ് വൊക്കാബുലറീസ്. നമുക്ക് കുറേ വൊക്കാബുലറി പഠിക്കാൻ പറ്റും. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നമ്മൾ വൊക്കാബുലറി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആ ഓരോ വൊക്കാബുലറിയുടെ ഓൾട്ടർനേറ്റീവും നോക്കുക. ഓൾട്ടർനേറ്റീവ് നോക്കുമ്പോഴത്തേനും നമ്മൾ കൂടുതലായിട്ട് ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് സെൻറ്റൻസ് മേക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. 4 പോയിൻറ്റേ ഉള്ളൂ. 5ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നമ്മൾ കുറേ ടെൻഷൻ അടിച്ച് നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈമും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യനെ നമുക്ക് മര്യാദയ്ക്ക് വായിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. ഫസ്റ്റ് ലെവൽ തന്നെയുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ എല്ലാവർക്കും ഒരു പകുതി പേർക്കും നമുക്ക് നല്ല ടെൻഷനായിരിക്കും. അപ്പോൾ ആ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കോൺഫിഡൻസോടു കൂടി തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ചിയേഴ്സ്.